ഇവിടെ നീറ്റ് എക്സാമില് ഇത്രയും വലിയൊരു ചോദ്യപേപ്പർ ചോർച്ച നടന്നതിനെ അതിനെതിരെ ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ആന്റി ഇന്ത്യൻ ആവുന്നത്? ഈ തീവ്രവാദ സ്വഭാവമുള്ള ഒരു ചോദ്യമാണോ അത്? ഇവിടുത്തെ യുവജനങ്ങൾക്ക് പ്രതികരിക്കാൻ യാതൊരു അർഹതയുമില്ലേ? അല്ല, ചോദ്യമാണ്, എനിക്കറിയില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ല, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് രാജ്യം ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതും എം എസ് വേണുഗോപാൽ പറഞ്ഞതും അതല്ല. അല്ല നിങ്ങളുടെ ഈ ആവശ്യത്തിന്മേലല്ല പറഞ്ഞത്. ഇതിന്മേൽ ആരൊക്കെ നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ ആവശ്യത്തിന്മേൽ അത് മുതലെടുത്തുകൊണ്ട് ആരൊക്കെ കടന്നു കയറും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലോ നിങ്ങളും അത് ആശങ്കയോട് കൂടിയായിരിക്കുമല്ലോ കാണുന്നത്. ആരെങ്കിലും മുതലെടുക്കുന്നെന്ന് കരുതി ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പ്രതികരിക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് അത് അപകടകരമാണ് കേട്ടോ. അത് അപകടകരമാണ്. നിങ്ങളെ ടൂളായിട്ട് ഉപയോഗിക്കും. നിങ്ങളെ അത് ടൂളായിട്ട് ഉപയോഗിക്കും. അല്ല, അത് നെഗറ്റീവായിട്ട് മാറും. അല്ല, അത് നെഗറ്റീവായിട്ട് മാറും. ഇതിനകത്തെ പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ ഇവിടെ സ്വർഗം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ജൻസികളെ മുഴുവൻ ഇളക്കി വിടുകയാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾ ലേസി ആയിട്ടിരുന്നാൽ സ്വർഗം ഇങ്ങനെ തനിയെ വരുമെന്ന്. അല്ല, അതിനകത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതിലെ മുഴുവൻ ഇൻഫർമേഷൻ അതാണെന്നേ. ബെസ്റ്റ് ഹെൽത്ത്, പിന്നെ ലോകോത്തര ഹെൽത്ത് ഫെസിലിറ്റി, ലോകോത്തര എഡ്യൂക്കേഷൻ, ലോകോത്തര ലാബ് ഫെസിലിറ്റി, ഇങ്ങനെ എല്ലാം ലോകോത്തരമായി വരുമ്പോൾ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം പറയാം. കാരണം ഇവിടെ നിങ്ങൾക്കിപ്പോ ഈ പറയുന്ന രാജ്യ സുരക്ഷയെ സംബന്ധിച്ച വിഷയങ്ങൾ ഇപ്പൊ പൊതുജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ, അത് ഗവൺമെന്റിന്റെ കാര്യമാണ്. രാജ്യസുരക്ഷയായി തന്നെ കണ്ട് അതിനുള്ള നടപടികൾ എടുക്കുക എന്ന് കരുതി യുവജനങ്ങള് പ്രതികരിക്കുന്നതിനെ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇന്നലെ ഞങ്ങളുടെ കൂടെയുള്ള 4-5 പേരുടെ അക്കൗണ്ടുകളാണ് രാത്രി 4-5 തവണ, ഞാൻ വേണമെങ്കിൽ തെളിവ് സഹിതം തരാം, ഹാക്ക്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചേ. നിങ്ങൾ ആരെയാണ് ഈ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഹാക്ക്ഡ് എന്ന് പറഞ്ഞ ഈ രാത്രി 4-5 തവണ അക്കൗണ്ടുകൾ, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അക്കൗണ്ടുകൾ പോയതിനു ശേഷം റിക്കവർ ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. ഇത് ആർക്ക് വേണ്ടിയാണ്? ആരാണ് ചെയ്യുന്നത്? ഇത് കേന്ദ്ര സുരക്ഷയുടെ ഭാഗമാണോ? അറിയില്ല. ഞങ്ങളൊക്കെ എന്ത് തെറ്റാണ് ചെയ്തേക്കുന്നത്?